ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിഞ്ചൂസ് ഇൻസ്പിറേഷൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് കേരളത്തിലെ നമ്പർ 1 ലൈഫ് കോച്ചായ ഷീജ മാമിൻ്റെ ശുഭചിന്ത നൽകിയ വിസ്മയം എന്ന പുസ്തകത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ്. മാം തൻ്റെ ജീവിതത്തിൻ്റെ പടവുകൾ ഓരോന്നായി കയറിയപ്പോൾ ഉണ്ടായ കൈപ്പേറിയതും മധുരിക്കുന്നതുമായ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ വിവരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു അമൂല്യ നിധി തന്നെയാണ് എന്ന് തീർച്ചയായും ഇതിന് പറയാവുന്നതാണ്. ഇത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുവാനും സ്വയം ഒരു ആത്മപരിശോധന നടത്തുവാനും അതിനേക്കാൾ ഉപരി നമ്മളിൽ തന്നെ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്നും നമുക്ക് വേണ്ടി ഇനിയും ജീവിക്കണമെന്ന തോന്നൽ ഉളവാക്കുവാനും ഒരുപാട് സഹായിക്കുന്ന ഒരു പുസ്തകമാണിത്. എന്നാൽ ഞാനിന്ന് പറയുന്നത് ഇതിലെ 59ാമത് അധ്യായമായ ജീവിതത്തിൽ മാറ്റം നിലനിൽക്കാൻ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ. മാം ഇതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1. തുടർന്നുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ. 2. അനുകൂല സാഹചര്യങ്ങൾ. 3. വിജയികളുമായുള്ള സഹവാസം. തുടർന്നുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്തണം, ഭാരം കുറയ്ക്കണമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ സ്ഥിരമായി വ്യായാമം ചെയ്യേണ്ടതുണ്ട്. വ്യായാമം നിർത്തുകയും ആഴ്ചകളും മാസങ്ങളും ഭക്ഷണം അമിതമായി കഴിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലം നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ കഴിയും. അടുത്ത് വായന തുടരുക. ഓരോ പുസ്തകവും നമുക്ക് പകർന്നു നൽകുന്നത് വലിയ ജീവിത അനുഭവങ്ങളാണ്. ഒരു പുസ്തകം വായിക്കുന്നത് വഴി ജീവിതത്തിൽ കൂടുതൽ അബദ്ധങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയും. പല എഴുത്തുകാരും അവരുടെ ജീവിതത്തിലെ അബദ്ധങ്ങൾ തുറന്നു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പുസ്തകം വായന നമ്മെ സഹായിക്കും. എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുക. വളരെയധികം ഓൺലൈൻ കോഴ്സുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. നല്ല യൂട്യൂബ് ചാനലുകൾ, ഓൺലൈൻ കോഴ്സുകൾ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉത്തേജനം നിലനിർത്താൻ സഹായിക്കുന്ന സ്രോതസ്സുകളാണ്. ഞാൻ കൊറോണ കാലത്ത് പാചക ക്ലാസ്സുകൾ, സോപ്പ് മേക്കിംഗ് ക്ലാസ്സുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സുകൾ, 3 മാസത്തെ ക്രാഷ് കോഴ്സുകൾ, ലൈഫ് കോച്ചിങ്, ബിസിനസ് കോച്ചിങ്, അങ്ങനെ ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിക്കാനായി എൻ്റെ സമയവും എൻ്റെ പണവും ഇൻവെസ്റ്റ് ചെയ്തു. മോട്ടിവേഷൻ നിലനിർത്താൻ ഞാൻ എന്നും കുറച്ച് സമയം എനിക്കായി മാറ്റിവെക്കാറുണ്ട്. ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നു. വിഷൻ ബോർഡ് എൻ്റെ ലക്ഷ്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ എന്നെ സഹായിക്കുന്നു. എനിക്ക് കഴിയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ അവയെ മാറ്റിമറിക്കാൻ കഴിയുന്ന പോസിറ്റീവായ അഫർമേഷനുകൾ പതിവായി ഉരുവിട്ടുകൊണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അനുകൂലമായ സാഹചര്യം. എൻ്റെ ഏറ്റവും വിജയകരമായ മനോഭാവം വഴി പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും എപ്പോഴും എനിക്ക് ചുറ്റും അനുകൂല സാഹചര്യം നിലനിർത്താനും പതിവായി ഞാൻ ശീലിച്ചു. എനിക്ക് ചുറ്റും ഒരു പോസിറ്റീവ് മണ്ഡലം എപ്പോഴും സൃഷ്ടിക്കാൻ ബോധപൂർവം ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നു. എൻ്റെ പല ദിവസങ്ങളിലും മറ്റുള്ളവരുടെ പെരുമാറ്റം പരുക്കനാകുമ്പോൾ നാം അവരുടെ കൂടെ കുറച്ച് നിമിഷങ്ങൾ ചിലവിട്ടാൽ നമ്മുടെ സ്വഭാവം പരുക്കനാകുന്നത് എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. അതിനാൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം അവരോടൊത്ത് ചിലവഴിക്കാൻ ഞാൻ പരിശീലിച്ചിട്ടുണ്ട്. എപ്പോഴും ഒന്നാമനാകാൻ പരിശ്രമിക്കുക. ഒന്നാമൻ എപ്പോഴും സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നിരന്തരം പ്രവർത്തിക്കുന്നു. കാര്യങ്ങളിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനെ അനുഭവമാക്കി മാറ്റിക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുന്നു. വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന ചുമതലകൾ കൃത്യമായി പാലിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്നു. മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പതിവായി ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ നവീകരിച്ച പതിപ്പ് പുറത്തിറക്കാനാകും. വിജയികളുമായുള്ള സഹവാസം. ജീവിതത്തിൽ വിജയിച്ച ആളുകളുമായി നാം സമയം ചെലവഴിക്കുമ്പോൾ നമ്മളിലേക്കും അനുകൂലമായ ചിന്തകളും പോസിറ്റീവ് വൈബ്സും കടന്നു വരുന്നു. നമ്മുടെ മനസ്സിൽ എന്തും സാധ്യമാണ് എന്ന ഉറച്ച വിശ്വാസം ബലപ്പെടുത്താൻ ഇത് നമ്മെ സഹായിക്കുന്നു. ദുർബലരായ ആളുകൾ സംശയത്തോടെയും പേടിയോടെയും അവരുടെ സങ്കടങ്ങൾ കൂടുതൽ സമയം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ആർജിച്ച വിശ്വാസവും ചിന്താഗതികളും പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് വഴിമാറുകയും ആത്മവിശ്വാസമില്ലാത്തവരായി മാറുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും ശക്തമായ നവീകരിച്ച ഒരാളെ എനിക്ക് കാണിച്ചു തരാമോ എന്ന്. സത്യത്തിൽ ഞാൻ തന്നെയാണ് ആ വ്യക്തി. ഫുൾ ടൈം ബിസിനസ്, കുത്തഴിഞ്ഞ ഭക്ഷണക്രമങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, സന്തോഷമില്ലായ്മ ഇവയൊക്കെയായി ജീവിച്ച ഞാനിന്ന് എന്തിലും സന്തോഷവും സമാധാനവുമുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. നമ്മുടെ ജീവിതം എന്നും നവീകരിച്ച മുന്നോട്ട് പോകുമ്പോൾ എന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്താനാകും.
ഞാൻ എന്നും വായിക്കുന്ന ഒരു പുസ്തകമാണിത്. തീർച്ചയായും ഇത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.